ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നിതാ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ നിറയെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ റെസിപ്പി എന്താണെന്നല്ലേ, നല്ല ചീസി ആയിട്ടുള്ള ഒരു എഗ് ബ്രെഡ് പിസയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസ് വരും, അതൊന്ന് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ അതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗിൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ബട്ടറൊക്കെ മെൽറ്റായി ഒന്ന് പാൻ ചൂടായിട്ട് വരുമ്പോഴാണ് എഗ്ഗ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം. ആ ബട്ടറിലൊക്കെ ഇടുന്നിട്ട് ബ്രെഡൊക്കെ നല്ല പോലെ ടോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സൈഡ്. ഇനിയിപ്പോൾ ഇതാ എഗ്ഗിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് പൊട്ടിപ്പോകാണ്ട് നോക്കിയാൽ മതി. എഗ്ഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പാടെ തന്നെ ഇല്ലേ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു തക്കാളിയുടെ 4/1 ഭാഗം, ചെറിയ തക്കാളിയുടെയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ആ ഒരു സവാളയൊക്കെ ഇടുന്നതിന് മുന്നേ എഗ്ഗിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നേരിയതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണ്ടത് നമ്മുടെ മൊസറല്ല ചീസില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. ഇതിലിപ്പം എഗ്ഗ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. പിന്നെ ബ്രെഡും കുക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും വെച്ച് കൊടുക്കണ്ട, ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് പിസയാണ് കേട്ടോ ഇത്. അതും ചിക്കനൊന്നും യൂസ് ചെയ്യുന്നില്ല, എഗ്ഗാണ് നമ്മളിതിൽ യൂസ് ആക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പിന്നെ അവർക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ടൈമിൽ ചായയുടെ കൂടെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.